ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോളിമോർഫിസത്തിനെ പറ്റി പഠിച്ചു. എന്താണ് പോളിമോർഫിസം? രണ്ട് തരത്തിലുള്ള പോളിമോർഫിസം ഉണ്ട്. കമ്പൈൽഡ് ടൈം പോളിമോർഫിസം, റൺ ടൈം പോളിമോർഫിസം. അതിൽ തന്നെ കമ്പൈൽഡ് ടൈം പോളിമോർഫിസത്തിന് മെത്തേഡ് ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും പഠിച്ചു. കമ്പൈൽഡ് റൺ ടൈം പോളിമോർഫിസത്തിന് മെത്തേഡ് ഓവർ റൈഡിങ് പഠിച്ചു. ഇനി അതുപോലെ അടുത്തൊരു കൺസെപ്റ്റ് ആണ് കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ് ഇൻ ജാവ ആൻഡ് CPP. കൺസ്ട്രക്ടേഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് കൺസ്ട്രക്ടർ? ഇസ് ദ സെയിം ഒരു മെത്തേഡ് പോലെ തന്നെയാണ് കൺസ്ട്രക്ടർ. പക്ഷെ അതിന്റെ ഡിഫറൻസ് എന്താണ് മെത്തേഡുമായിട്ട്? അതിന്റെ നെയിം എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ക്ലാസിന്റെ നെയിം തന്നെ ആയിരിക്കും, അതറിയാം. പിന്നെ അതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല. പിന്നെ അതുകൂടാതെ ഈ കൺസ്ട്രക്ടേഴ്സിന് അബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്, ഫൈനൽ എന്ന കീവേഡ്സ് ഒന്നും അതിന്റെ മുന്നിൽ ചേർക്കില്ല. നമ്മൾ ഒരിക്കലും ഒരു കൺസ്ട്രക്ടർ മെത്തേഡ് അബ്സ്ട്രാക്റ്റ് കൺസ്ട്രക്ടർ ആയിരിക്കില്ല, ഫൈനൽ കൺസ്ട്രക്ടർ ആയിരിക്കില്ല, ഒരിക്കലും അതൊരു സ്റ്റാറ്റിക് കൺസ്ട്രക്ടർ ആയിരിക്കില്ല. ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂള്. അതായത് കൺസ്ട്രക്ടർ സെയിം നെയിം ഓഫ് ദ ക്ലാസ് ആയിരിക്കും, ഒരേ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല, അത് അബ്സ്ട്രാക്റ്റ് ആയിരിക്കില്ല, സ്റ്റാറ്റിക് ആയിരിക്കില്ല, ഫൈനൽ ആയിരിക്കില്ല. ഓക്കെ. പിന്നെ നമ്മൾ സാധാരണ കേസിൽ ഒരു മെത്തേഡ് ഇൻവോക്ക് ചെയ്യണമെങ്കിൽ അതിനെ കോൾ ചെയ്യണം, ഒബ്ജക്റ്റ് വെച്ചിട്ട് കോൾ ചെയ്യണം, ആ പെർട്ടിക്കുലർ ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് കോൾ ചെയ്യണം. പക്ഷേ കൺസ്ട്രക്ടർ മെത്തേഡ് ഇൻവോക്ക് ആവണമെങ്കിൽ ഒരിക്കലും അങ്ങനെ കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എപ്പോഴാണോ നിങ്ങൾ ആ ഒരു ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ സമയം തന്നെ എന്ത് ചെയ്യും, ആ കൺസ്ട്രക്ടർ മെത്തേഡ് ഇൻവോക്ക് ആവും. ഓക്കെ, അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ടർ മെത്തേഡ് ഇൻവോക്ക് ആവണമെങ്കിൽ അതിനെ കോൾ ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവും. എപ്പോഴാണോ നിങ്ങൾ ആ ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ടൈമിൽ ആ കൺസ്ട്രക്ടർ മെത്തേഡ് ഇൻവോക്ക് ആവും. ഓക്കെ. ജാവയിലെ രണ്ട് തരത്തിലുള്ള കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. ഡിഫോൾട്ട് കൺസ്ട്രക്ടറും പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്താണെന്ന് നിങ്ങൾക്കറിയാം, നോ ആർഗ്യുമെന്റ് കൺസ്ട്രക്ടർ ആണ്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്താണ്, ആർഗ്യുമെന്റ് കൺസ്ട്രക്ടർ ആണ്. ഓക്കെ. ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ സിൻടാക്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഡെഫിനിഷൻ ജസ്റ്റ് നോക്കുക. എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബൈക്ക് 1 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസിന്റെ കൺസ്ട്രക്ടർ ആണ് ബൈക്ക് 1, കാരണം സെയിം നെയിം ഓഫ് ദ ക്ലാസ് ആണ്. ഇവിടെ പാരാമീറ്റേഴ്സ് ഒന്നുമില്ല. സോ ഇതൊരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണ്. അതിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നതാണ് system.out.println ബൈക്ക് ഈസ് ക്രിയേറ്റഡ്. ഓക്കെ, കൺസ്ട്രക്ടറിന്റെ ഉള്ളിലുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇത്. ഇനി നമ്മൾ മെയിൻ മെത്തേഡ്, ഇത് സെപ്പറേറ്റ് ക്ലാസ് ഒന്നും എഴുതിയിട്ടില്ല. അതായത് മെയിൻ മെത്തേഡിന് സെപ്പറേറ്റ് ക്ലാസ് ഒന്നുമില്ല. നമ്മൾ സെയിം ക്ലാസിന്റെ ഉള്ളിൽ തന്നെയാണ് മെയിൻ മെത്തേഡ് എഴുതിയിരിക്കുന്നത്. രണ്ട് രീതിയിൽ മെയിൻ മെത്തേഡ് എഴുതാമെന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് വിത്തിൻ ആ ക്ലാസിന്റെ ഉള്ളിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ മെയിൻ വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് മെത്തേഡ് എഴുതാം. ആ രണ്ട് രീതിയിലും ജാവ പഠിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ആ ഒരു ബൈക്ക് എന്ന് പറയുന്ന ക്ലാസിന്റെ കൺസ്ട്രക്ടർ ആണ് ബൈക്ക് 1 എന്ന് പറയുന്ന ക്ലാസിന്റെ കൺസ്ട്രക്ടർ ബൈക്ക് 1, സെയിം നെയിം ഓഫ് ദ ക്ലാസ് ആണ്. ഇതിന് റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല, ഇവിടെ പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണ്. സോ അതിൻ്റെ ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി. ഇനി നിങ്ങൾ മെയിൻ മെത്തേഡ് എഴുതി. മെയിൻ മെത്തേഡിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഏതിന്? ബൈക്ക് 1 എന്ന് പറയുന്ന ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ബൈക്ക് 1 ബി ഈക്വൽ ടു ന്യൂ ബൈക്ക് ഓഫ്. ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് എന്ത് ഇൻവോക്ക് ആവും? ഈ പെർട്ടിക്കുലർ കൺസ്ട്രക്ടർ മെത്തേഡ് ഇൻവോക്ക് ആവും. ദെൻ ഈ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യും. ഓക്കെ, ദെൻ ഈ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. ഓക്കെ, ബൈക്ക് ഈസ് ക്രിയേറ്റഡ്. സോ ഇവിടെ നിങ്ങൾക്ക് എന്താണ് B1 ഡോട്ട് ബൈക്ക് 1 ഓഫ് എന്ന് വിളിക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം എന്താണ്, ഇതൊരു കൺസ്ട്രക്ടർ മെത്തേഡ് ആണ്. സോ എപ്പോഴാണോ ഈ ഒരു ബൈക്ക് 1 എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ ബൈക്ക് 1 എന്ന് പറയുന്ന കൺസ്ട്രക്ടർ ഇൻവോക്ക് ആവും. ഓക്കെ, ഇതാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എക്സാമ്പിൾ. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന് എക്സാമ്പിൾ സ്റ്റുഡന്റ് 4 എന്ന് പറയുന്ന ഒരു ക്ലാസ്, അതിലെ പാരാമീറ്റേഴ്സ് ID, നെയിം, ഇതൊന്നും നമ്മൾ പറയുന്നില്ല. സ്റ്റുഡന്റ് 4 എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ടർ ആണ്. രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, int I ആൻഡ് string n. സോ ഇതൊക്കെ പ്രോഗ്രാമിക്കലി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അസൈൻ ചെയ്ത് സ്റ്റുഡന്റ് 4 എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ടർ ആണ്. സ്റ്റുഡന്റ് 4 എന്ന് പറയുന്ന ക്ലാസിന്റെ കൺസ്ട്രക്ടർ ആണ് സ്റ്റുഡന്റ് 4. സോ ഇതിൽ പാരാമീറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതുപോലെ വേറൊരു മെത്തേഡ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ഈ ക്ലാസിന്റെ ഒരു മെത്തേഡാണ്. വേറൊരു മെത്തേഡ് ഡിസ്പ്ലേ. ഓക്കെ, ഇതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ട് വോയിഡ്. ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇല്ല, കാരണം ഇതൊരു കൺസ്ട്രക്ടർ ആണ്. കൂടാതെ ഇത് സെയിം നെയിം ഓഫ് ദ ക്ലാസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മെയിൻ മെത്തേഡ് വിത്തിൻ ക്ലാസിന്റെ ഉള്ളിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്റ്റുഡന്റ് 4 S1 ഈക്വൽ ടു ന്യൂ സ്റ്റുഡന്റ് ഓഫ് 111 കര. ദാറ്റ് മീൻസ് സ്റ്റുഡന്റ് 4 എന്ന് പറയുന്ന ക്ലാസ്സിന് ഞാൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു S1. ഈ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് ഈ പെർട്ടിക്കുലർ കൺസ്ട്രക്ടർ മെത്തേഡ് ഇൻവോക്ക് ആവും. സോ എന്തൊക്കെ പാസ് ചെയ്യും? ഈ രണ്ട് വാല്യൂസ് പാസ് ചെയ്യും. സോ 111 എന്ന് പറയുന്നത് ID ഐയിലോട്ട് വരും, n എന്ന് പറയുന്നത് കരൺ എന്ന് പറയുന്ന സ്ട്രിങ് എന്നിലോട്ടും വരും. സോ അത് രണ്ടും I എന്ന് പറയുന്നത് ID-യിലോട്ട് മാറ്റും, n എന്ന് പറയുന്നത് നെയിമിലോട്ട് മാറ്റും. നെക്സ്റ്റ് എന്ത് ചെയ്തു? അടുത്തൊരു കൺസ്ട്രക്ടർ അടുത്തൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, S2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്.
S2 എന്ന് പറയുന്ന അതേ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്തും എന്ത് ചെയ്യും, ഈ കൺസ്ട്രക്ടർ മെത്തേഡ് ഇൻവോക്ക് ആവും. ദെൻ ഈ രണ്ട് വേരിയബിൾസ് പാസ് ചെയ്യും. ഓക്കെ, 2 ആരും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, S1 ഡോട്ട് ഡിസ്പ്ലേ എന്ന് വിളിക്കുമ്പോൾ ഈ പെർട്ടിക്കുലർ മെത്തേഡ് ഇൻവോക്ക് ആവും. ദെൻ ഐഡിയും നെയിമും പ്രിന്റ് ചെയ്യും. സോ ആദ്യത്തെ S1 ഡോട്ട് ഡിസ്പ്ലേ ആയതുകൊണ്ട് 111 കരണും ഡിസ്പ്ലേ ചെയ്യും. നെക്സ്റ്റ് S2 ഡോട്ട് ഡിസ്പ്ലേ എന്ന് വിളിക്കുമ്പോൾ പെർട്ടിക്കുലർ ഡിസ്പ്ലേ മെത്തേഡ് വിളിക്കും. അതിനുശേഷം ഒബ്ജക്ട് S2 ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പാസ് ചെയ്യുന്ന വാല്യൂസ് എന്തൊക്കെയായിരുന്നു, ആർഗ്യുമെന്റ്സ് 2 ആര്യനും പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ഇവിടെ എന്താണ് ഇമ്പോർട്ടൻസ്, ഇതിന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു സ്റ്റുഡന്റ് 4 എന്ന് പറയുന്നത് ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ്. സോ ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാരാമീറ്റർ പാസ് ചെയ്യുന്ന മീൻസ് S2 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്ത്, S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് ഈ ഒരു സ്റ്റുഡന്റ് 4 എന്ന് പറയുന്ന കൺസ്ട്രക്ടർ മെത്തേഡ് ഇൻവോക്ക് ആവും. ഇതാണ് ജാവയിലെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന് എക്സാമ്പിൾ. ഇതും നിങ്ങൾ പഠിച്ചത് കാര്യങ്ങളാണ് S4. ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്ട്രക്ടർ ആൻഡ് മെത്തേഡ്സ് ഇൻ ജാവ, രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ഓൾറെഡി അറിയുന്നതാണ്. കൺസ്ട്രക്ടർ എന്താണ്, നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കൺസ്ട്രക്ടർ മെത്തേഡ് ഇൻവോക്ക് ആവും. പക്ഷെ നമുക്ക് സാധാരണ മെത്തേഡ് ഇൻവോക്ക് ആവണമെങ്കിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് കോൾ ചെയ്യേണ്ടത്. കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല, മെത്തേഡിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി ഇംപ്ലിസിറ്റ്ലി ഇൻവോക്ക് ആവും, മറ്റേത് എന്താണ് എക്സ്പ്ലിസിറ്റ്ലി നമ്മളെ വിളിച്ചാൽ മാത്രമേ തന്നെ ഇൻവോക്ക് ആവും. പിന്നെ എന്താണ്, ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന് പാരാമീറ്റർ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്താണ് അടുത്തത്, കൺസ്ട്രക്ടർ മസ്റ്റ് ബി സെയിം നെയിം ഓഫ് ദ ക്ലാസ്, സെയിം നെയിം ഓഫ് ദ ക്ലാസ് ആയിരിക്കും കൺസ്ട്രക്ടർ. പക്ഷേ ഇത് അങ്ങനെയാവണം നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഡിഫറൻസുകൾ നിങ്ങൾ എഴുതിയാൽ മതി. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി, അങ്ങനെ കൊടുത്തു എന്നുള്ളൂ. ഇനി CPP-യിലെ കൺസ്ട്രക്ടേഴ്സ്. ജാവയിൽ രണ്ട് തരത്തിലുള്ള കൺസ്ട്രക്ടേഴ്സ് ആണുള്ളത്, പാരാമീറ്ററൈസ്ഡും ഡിഫോൾട്ട് കൺസ്ട്രക്ടറും. പക്ഷേ CPP-യിലെ 3 തരത്തിലുള്ള കൺസ്ട്രക്ടർ ഉണ്ട്, ഡിഫോൾട്ടും പാരാമീറ്ററൈസ്ഡും കോപ്പി കൺസ്ട്രക്ടറും. ചിലപ്പോൾ ചില സമയത്ത് കോപ്പി കൺസ്ട്രക്ടർ ചോദിക്കാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, CPP സ്പെസിഫൈ ചെയ്ത് ചോദിക്കാറുണ്ട്. കാരണം ബാക്കി രണ്ടും നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, കുറച്ചും കൂടെ അറിയുന്ന കാര്യമായിരിക്കും. ഡിഫോൾട്ട് ആൻഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ സെയിം കാര്യം തന്നെയാണ് ജാവയിൽ പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യമാണ് ഡിഫോൾട്ടിന്റെ കേസിലും പാരാമീറ്ററൈസ്ഡിന്റെ കേസിലും വരുന്നത്. റൂൾസും സെയിം ആണ്. അതായത് ജാവയില് അതേ റൂൾസ് തന്നെ CPP-യിലും വരുന്നത്. സെയിം നെയിം ഓഫ് ദ ക്ലാസ് തന്നെയായിരിക്കും, റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല, സ്റ്റാറ്റിക് ആയിരിക്കില്ല, അബ്സ്ട്രാക്ട് ആയിരിക്കില്ല, ഫൈനൽ ആയിരിക്കില്ല. ഓക്കെ, എന്താണ് ആ പ്രോഗ്രാമിങ്ങിലുള്ള ഡിഫറൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കാം. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണെങ്കിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവില്ല. നമ്മൾ നോക്കിയേ, ഒരു കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക്, ഇന്റ് എയും ബിയും പബ്ലിക് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ട് ഓഫ്, ഈ ക്ലാസിന്റെ നെയിം എന്താണ്, കൺസ്ട്രക്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന മെത്തേഡിന്റെ നെയിം എന്താണ്, കൺസ്ട്രക്ട്. ഇതെന്താണ്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണ്. ദാറ്റ് മീൻസ് ഇതിനൊരു ആർഗ്യുമെന്റ് ഒന്നുമില്ല. അതിൽ A10 അസൈൻ ചെയ്തു, B20 അസൈൻ ചെയ്തു. നമ്മുടെ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ക്ലാസ് ക്ലോസ് ചെയ്തു, സെമികോളൻ ഇട്ടു. CPP-യിൽ ക്ലാസ് ക്ലോസ് ചെയ്യുമ്പോൾ സെമികോളൻ ഇടുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ക്ലാസ് ക്ലോസ് ചെയ്തു. നമ്മൾ മെയിൻ മെത്തേഡ് എഴുതിയിരിക്കുകയാണ്. അവിടെ കൺസ്ട്രക്ടർ സി എന്ന് പറയുന്ന കൺസ്ട്രക്ടറിന് കൺസ്ട്രക്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് ഞാൻ C എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് എന്ത് കാര്യം നടക്കും, CPP-യിൽ ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ക്ലാസ് നെയിം, ഒബ്ജക്ട് നെയിം. ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് ഞാൻ C എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ സമയത്ത് എന്ത് ഇൻവോക്ക് ആവും, ഈ പെർട്ടിക്കുലർ മെത്തേഡ് ഇൻവോക്ക് ആവും. സോ A-ലോട്ട് 10 വരും, B-ലോട്ട് 20 വരും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ A പ്രിന്റ് ചെയ്യിച്ചു, A ഈക്വൽ ടു C.A. അപ്പൊ നമ്മൾ ഇവിടെയുള്ള A-നെ ആക്സസ് ചെയ്തു. എന്താണ്, A-യുടെ വാല്യൂ 10 നമുക്ക് കിട്ടി. B ഈക്വൽ ടു C.B, നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി. നമ്മളത് പ്രിന്റ് ചെയ്തു. A10 പ്രിന്റ് ചെയ്തു, B20 പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ രണ്ട് വാല്യൂസിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്തത്. അല്ലാതെ C.construct എന്ന് ഇതിനെ വിളിച്ചിട്ടില്ല. C.construct എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ സാധാരണ ഒരു മെത്തേഡ് ഇൻവോക്ക് ആയിട്ട് A-ലോട്ട് 10 B-ലോട്ട് 20 വരും. അതറിയുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ഡോട്ട് ആ മെത്തേഡ് കോൾ ചെയ്തിട്ടില്ല. എന്താ സംഭവിച്ചത്, വെറും ആ ഒരു ക്ലാസ്സിന് C എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് A-ൽ 10 B-ൽ 20 ആയിട്ട് അസൈൻ ചെയ്ത് വന്നു. ഓക്കെ, അപ്പൊ A-ൽ 10 B-ൽ 20 ഉണ്ട്. അതിനുശേഷം നമ്മൾ അതിനെ ഈ ഒരു മെയിൻ മെത്തേഡ് ഒന്ന് കോൾ ചെയ്യുന്നതുകൊണ്ടാണ് A-നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് C.A. അപ്പൊ A-യുടെ വാല്യൂ നമുക്ക് കിട്ടി, B-യുടെ വാല്യൂ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. CPP സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലാസും മെയിൻ മെത്തേഡുള്ള സംഭവങ്ങൾ. ഈ ക്ലാസ് ഒഴികെ വെറും ഈ മെയിൻ മെത്തേഡ് മാത്രം യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ അത് ശരിക്കും നമ്മളെ C പോലത്തെ പ്രോഗ്രാമാണ്.
അതിൽ ആകെ ഡിഫറൻസ് എന്താ വരുന്നത്? സി ഔട്ടും സി ഇന്നിന്റെ കേസ് മാത്രമേ വരൂ. ഓക്കെ, വേറെ അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇത് മാത്രം യൂസ് ചെയ്തിട്ട് മെയിൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ സിയിൽ എന്ത് പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് സി പി പിയിൽ ചെയ്ത് നോക്കാം. സി ഔട്ടും സി ഇന്നും മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി, പ്രിന്റ് എഫിനും സ്കാൻ എഫിനും പകരം. ബാക്കി അവിടെ ഈ ക്ലാസ്സും കൂടെ വരുമ്പോൾ അതൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് ആയി മാറി. അപ്പോൾ ക്ലാസിന്റെ കുറച്ച് ഫീച്ചേഴ്സ്, സിമ്പിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു. ക്ലാസ് ക്ലോസ് ചെയ്യുമ്പോൾ സെമിക്കോളൻ ഇടണം, പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതണം, ബാക്കിയൊക്കെ സെയിം തന്നെ. ഓക്കെ, ഇവിടെ സി എന്ന് പറയുന്ന കൺസ്ട്രക്ടർ, സി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നടക്കും. എയുടെ വാല്യൂം ബിയുടെ വാല്യൂം അസൈൻ ചെയ്തു. ആ അസൈൻ ചെയ്ത വാല്യൂ ആ ഒബ്ജക്റ്റ് ഡോട്ട് നമ്മൾ ആക്സസ് ചെയ്തു എന്നുള്ളൂ. അപ്പൊ നമുക്ക് 10 കിട്ടും, ഇവിടെ 20 കിട്ടും. ഇനി നമ്മൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ, ഒരു പ്രശ്നമില്ല പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എഴുതാൻ വേണ്ടിയിട്ട്. എന്താണ്? പോയിന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, എ ബി എന്ന് പറയുന്ന AXY എന്ന് പറയുന്ന രണ്ട്. അത് ഞാൻ എഴുതുന്ന ഈ പ്രോഗ്രാം തന്നെ എഴുതണ്ട, നിങ്ങൾക്ക് ഓൾറെഡി നല്ല ഐഡിയ ഉള്ള കുട്ടികളാണ്, നന്നായിട്ട് എനിക്കറിയാം. അപ്പൊ എന്താണ്, നിങ്ങൾ നിങ്ങളുടേതായ എക്സാമ്പിൾ എഴുതിയാൽ മതി. പക്ഷെ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ, പോയിന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് തന്നെ, മെത്തേഡ് തന്നെ എഴുതി. അതിൽ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, x1 y1, അത് രണ്ടും അസൈൻ ചെയ്തു, ഇതൊക്കെ അറിയാം. പിന്നെ ഗെറ്റ് എക്സ് എന്ന് പറയുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്, ഗെറ്റ് വൈ എന്ന് പറയുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. അത് രണ്ടും റിട്ടേൺ ടൈപ്പ് ഒക്കെ ഉള്ള മെത്തേഡാണ്. ക്ലോസ് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു. ഈ പോയിന്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ 2 മെത്തേഡും ഉണ്ട്, ഗെറ്റ് എക്സും ഗെറ്റ് വൈ, ഒരു കൺസ്ട്രക്ടറും ഉണ്ട്. അതിനുശേഷം നമ്മളെ മെയിൻ മെത്തേഡ് എഴുതി. അതിനുശേഷം പോയിന്റ് P1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ്? 10ഉം 15. P1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് ഈ പോയിന്റ് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ മെത്തേഡ് ഇൻവോക്ക് ആവും. സോ പാസ് ചെയ്യുന്നു 10ഉം 15ഉം ഇവിടേക്ക് വരും, അത് എക്സിലും വൈയിലും വരും. ഓക്കെ, അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന P1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് ഇത്രയും കാര്യങ്ങൾ നടക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ P1.x ഈക്വൽ ടു നമുക്ക് പ്രിന്റ് ചെയ്യണം P1.getX. അപ്പോൾ P1.getX എന്ന് വിളിക്കുമ്പോൾ ഈ ഒരു മെത്തേഡിലേക്ക് പോകും, നിങ്ങൾക്ക് x റിട്ടേൺ ചെയ്ത് വരും. ദാറ്റ് മീൻസ് 10 റിട്ടേൺ ചെയ്ത് വരും, അത് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ P1.x ഈക്വൽ ടു 10 പ്രിന്റ് ചെയ്ത് വരും. വിത്തിൻ ബ്രാക്കറ്റിന്റെ ഉള്ളിലായതുകൊണ്ട് എന്താണ് ഇത് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യും, P1.x. നെക്സ്റ്റ് P1.y ഈക്വൽ ടു എന്താണ്? P1.getY നെയാണ് മെത്തേഡ് കോൾ ചെയ്തു, ഇങ്ങോട്ടേക്ക് വരും, y റിട്ടേൺ ചെയ്തു, ഇത് അതുപോലെ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ഇതാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന്റെ ഒരു CPPന്റെ എക്സാമ്പിൾ. ഇത് നിങ്ങൾക്ക് എഴുതാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നറിയാം. അപ്പോൾ CPP എഴുതും ജാവയിലും നമ്മൾ പഠിച്ചല്ലോ, ഡിഫോൾട്ട് കൺസ്ട്രക്ടറും പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന്റെ കേസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ചിലപ്പോൾ ചോദിക്കാം കൺസ്ട്രക്ടറിന്റെ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാം. അതൊന്നും അത്രത്തോളം ഇവിടെ പോകുന്നില്ല, കാരണം ജസ്റ്റ് കൺസ്ട്രക്ടർ ആൻഡ് ഡിസ്ട്രക്ടറിന്റെ ഡെഫിനിഷനും അതിന്റെ കുറച്ച് കാര്യങ്ങളും മാത്രമേ ഇതുവരെ ചോദിച്ചുകൊണ്ടുള്ളൂ. അത് മാത്രം നമ്മൾ പോകുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസ്ട്രക്ടറിന്റെ അത് ജാവയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇൻഹെറിറ്റൻസ് കൺസ്ട്രക്ടറിനെ തന്നെ ഇൻഹെറിറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കേസൊക്കെ. അതായത് അതെങ്ങനെയാ വരുന്നത്? ഒന്നുമില്ല, സൂപ്പർ ക്ലാസ് ഉണ്ടാവും, സബ് ക്ലാസ് ഉണ്ടാവും, സെയിം കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ കൺസ്ട്രക്ടർ മെത്തേഡ് എന്ത് ചെയ്യും? ഇൻവോക്ക് ആയിട്ട് താഴത്തേക്ക് വരും. ഓക്കെ, ഇനിയാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കോപ്പി കൺസ്ട്രക്ടർ ഇൻ CPP കോപ്പി കൺസ്ട്രക്ടർ. അതാണ് ഒരു നമുക്ക് കുറച്ചും കൂടെ അറിയാത്തൊരു കേസ് വരുന്നത് CPPന്റെ കേസിൽ. ബാക്കി രണ്ടും ജാവ പോലെ തന്നെ. കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുന്ന സാധനം ജാവയിൽ ഇല്ല കേട്ടോ. കോപ്പി കൺസ്ട്രക്ടർ is a member function, ശ്രദ്ധിക്കണം, which initialize an object using another object of the same class. കോപ്പി കൺസ്ട്രക്ടർ പേര് തന്നെ ഉണ്ട്. എന്താ നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ സിൻടാക്സ്. പ്രോഗ്രാം വെച്ച് നോക്കാം. ഇവിടെ നിങ്ങൾ പോയിന്റ് നേരത്തെ അതേ കാര്യങ്ങൾ തന്നെ എഴുതി. പോയിന്റ് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ, അവിടെ എക്സിൽ എന്താണ് ഇതൊക്കെ കൊടുത്തു, നേരത്തെ അതേ കാര്യങ്ങളാണ്. ഇനി ഇതാണ് കോപ്പി കൺസ്ട്രക്ടറിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. പോയിന്റ്, അതായത് സെയിം നെയിം ഓഫ് ദ ക്ലാസ് പോയിന്റ്, കോൺസ്റ്റന്റ് പോയിന്റ് ഓഫ് P2, ഇതാണ് സിൻടാക്സ്. ക്ലാസ് നെയിം കോപ്പി കൺസ്ട്രക്ടർ എന്താ? സെയിം നെയിം ഓഫ് ദ ക്ലാസ് ആയിരിക്കും. പിന്നെ കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. പിന്നെ ക്ലാസ് നെയിം അത് തന്നെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്, കോൺസ്റ്റ് ക്ലാസ് നെയിം, കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ്, പിന്നെയും ക്ലാസ് നെയിം, പിന്നെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഓൾഡ് ഒബ്ജക്റ്റ് നെയിം. ഓൾഡ് ഒബ്ജക്റ്റ് ഏതാണോ കോപ്പി ചെയ്യുന്നതിൽ ഏതൊരു ഒബ്ജക്റ്റിനാണ് ആ ഓൾഡ് ഒബ്ജക്റ്റിന്റെ എന്തും കൊടുത്തിരിക്കുന്നത്, ഇതും കൊടുത്തിരിക്കുന്നത്. അത്രയൊക്കെയാണ് എന്തിന്റെ വരുന്നത്? നമ്മുടെ സിൻടാക്സ് എന്ന് പറയുന്നത്. അതായത് ഇതാണ് സിൻടാക്സ്, ക്ലാസ് നെയിം ആൻഡ് ഒബ്ജക്റ്റ് നെയിം. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? എക്സിന്റെ വാല്യൂ ആദ്യത്തെ കൺസ്ട്രക്ടറിൽ
ഇതൊക്കെ കൊടുത്തു. കോപ്പി കൺസ്ട്രക്ടർ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് കോപ്പി കൺസ്ട്രക്ടറിന്റെ ഡെഫിനേഷനും സിൻടാക്സ് മൊത്തത്തിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇൻഡെക്സും ഇൻഡുവൈയും ഒരുമിച്ച് എഴുതിയെന്നുള്ളൂ കേട്ടോ. ഇത് താഴെ എഴുതുന്നതിന് പകരം ഒറ്റ ലൈനിൽ എഴുതിയെന്നുള്ളൂ. നമ്മുടെ ക്ലാസ് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ നോക്ക്, മെയിൻ മെത്തേഡ്. മെയിൻ മെത്തേഡിൽ നിങ്ങൾ P1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ 10ഉം 15ഉം പാസ് ചെയ്തു. സോ എക്സിലോട്ട് 10ഉം വൈയിലോട്ട് 15ഉം വന്നു. നോർമൽ കൺസ്ട്രക്ടർ ആണ് കോൾ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ കോപ്പി കൺസ്ട്രക്ടർ ആണ് കോൾ ചെയ്തിരിക്കുന്നത്. കോപ്പി കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോൾ P1 എന്ന് പറയുന്ന കൺസ്ട്രക്ടർ, P1 എന്ന് പറയുന്ന കോപ്പി കൺസ്ട്രക്ടറിനെ കോപ്പിയാണ് P2ലോട്ട്. ഓക്കെ, ഇതാണ് കോപ്പി കൺസ്ട്രക്ടർ. ഇങ്ങനെയാണ് കോൾ ചെയ്യുക. നമ്മൾ പോയിന്റ് P1 ഒരു P1 എന്ന് പറയുന്ന ഓൾറെഡി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളൊരു വേറൊരു കോപ്പി കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോൾ ഇതാണ് സിൻടാക്സ്. നിങ്ങൾ നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് P2, അത് എന്ത് തന്നെയാണ് കോപ്പി ചെയ്യുന്നത്? P1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെയാണ് കോപ്പി ചെയ്യുന്നത്. ഓക്കെ, P1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് P2ലോട്ട് കോപ്പി ചെയ്ത് വരുന്നത്. ഇതാണ് അതിന്റെ സിൻടാക്സ്. നിങ്ങൾ വേറെ ഏതെങ്കിലും പോയിന്റ് P3 ഈക്വൽ ടു P1, എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഇതാണ് കോപ്പി കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്ന സിൻടാക്സ്. പോയിന്റ് P2 ഈക്വൽ ടു P1, എന്ത് ചെയ്യാണോ കോപ്പി ചെയ്യേണ്ടത് അത്. ഓക്കെ, ഇതാണ് കോപ്പി കൺസ്ട്രക്ടർ. ഇങ്ങനെയാണ് കോൾ ചെയ്യുന്നത്. നോർമൽ കൺസ്ട്രക്ടർ നമ്മൾ ഇങ്ങനെയാണ് കോൾ ചെയ്യുന്നത്. ജസ്റ്റ് ക്ലാസ് നെയിം, ഒബ്ജക്ട് നെയിം. ഇവിടെ എന്താണ്? ക്ലാസ് നെയിം, ഒബ്ജക്ട് നെയിം കൂടാതെ ഒരു കോപ്പി ചെയ്യുന്ന ഒബ്ജക്ട്. ഈ P1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെയാണ് കോപ്പി ചെയ്യുന്നത്. സോ P1 ഒബ്ജക്റ്റ് കോപ്പി ചെയ്യുമ്പോൾ P1ൽ എന്തൊക്കെ വാല്യൂസ് ഉണ്ട്? 10ഉം 15ഉം ഉണ്ട്. ആ 10ഉം 15ഉം ആണ് നമുക്ക് കിട്ടുക. അത് നിങ്ങൾ കോപ്പി കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുമ്പോൾ ഇവിടേക്ക് വരും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ P2.x. അപ്പൊ ഇവിടത്തേക്ക് നമ്മൾ ഈ P1ന്റെ വാല്യൂസ് ആണ് കോപ്പി ചെയ്ത് P2ലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ P2.x എന്ന് പറയുമ്പോൾ 10, അത് എക്സിലോട്ട് അസൈൻ ചെയ്ത് വരും. P2.y എന്ന് പറയുമ്പോൾ 15, അത് വൈയിലോട്ട് അസൈൻ ചെയ്ത് വരും. ഓക്കെ, ഓൾഡ് കൺസ്ട്രക്ടറിന്റെ വാല്യൂസ് ആണ് P2ൽ വരുന്നത്. ദാറ്റ് മീൻസ് P1 ആണ് കോപ്പി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾഡ് കൺസ്ട്രക്ടറിന്റെ വാല്യൂസ് ആണ്, അഡ്രസ് ആണ് ഇവിടെ കിട്ടുന്നത്. അതിന്റെ വാല്യൂസ് നമ്മൾ എക്സിലോട്ടും പിന്നെ വൈയിലോട്ടും അസൈൻ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഓൾഡ് കൺസ്ട്രക്ടേഴ്സിന്റെ വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടും. P1 എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റിന്റെ 10ഉം 15ഉം അതാണ് നമ്മൾ P2ലോട്ട് അസൈൻ ചെയ്ത് വരുന്നത്. സോ ആ വാല്യൂസ് തന്നെയായിരിക്കും. കാരണം ഒന്നിനെ വേറൊന്ന് കോപ്പിയാണ്. അപ്പോൾ കോൾ ചെയ്യുന്ന സിൻടാക്സ് ഇതാണ്. നിങ്ങൾക്ക് ഇനി അടുത്തൊരു കോപ്പി കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യണമെങ്കിൽ പോയിന്റ് P3 ഈക്വൽ ടു P1. ഓക്കെ, അപ്പോൾ P3 എന്ന് പറയുന്നത് വേറൊരു കോപ്പി ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ P1.x അതുപോലെ പ്രിന്റ് ചെയ്തു. നിങ്ങൾ P1.getX പ്രിന്റ് കോൾ ചെയ്യുമ്പോൾ ഈ P1 ഒബ്ജക്റ്റ് വെച്ചിട്ട് getXനെ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് x റിട്ടേൺ ചെയ്ത് വരും. ദാറ്റ് മീൻസ് 10 റിട്ടേൺ ചെയ്ത് വരും. ഇനി P1.y ഈക്വൽ ടു P1.getY. അപ്പോൾ getY എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ y റിട്ടേൺ ചെയ്ത് വരും, 15 കിട്ടും. ഇനി നിങ്ങൾ അടുത്ത എന്താണ്? P2.xനെ കോൾ ചെയ്യും. P2.getX, P2 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ട് getXനെ മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? x റിട്ടേൺ ചെയ്ത് വരും. കാരണം P2 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് കോൾ ചെയ്യുന്നത്. സോ എക്സിന്റെ വാല്യൂ എന്താണ്? 10 റിട്ടേൺ ചെയ്ത് വരും. പിന്നെ y വാല്യൂ 15 റിട്ടേൺ ചെയ്ത് വരും. ഇതാണ് കോപ്പി കൺസ്ട്രക്ടറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നോർമൽ ആയിട്ടുള്ള കൺസ്ട്രക്ടർ എങ്ങനെയാണ് വരിക? കോപ്പി കൺസ്ട്രക്ടറിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ടർ ഉണ്ടാവും. അതിനുശേഷം എന്താണോ സെയിം നെയിം ഓഫ് ദ ക്ലാസ് നെയിം തന്നെ ഇവിടെ വരും. പിന്നെ CONST എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. പിന്നെ ക്ലാസ് നെയിം, പിന്നെ എന്താണ് ആ ഒരു ഓൾഡ് ഒബ്ജക്റ്റിന്റെ നെയിം. ഓക്കെ, ഇതാണ് ഇതിന്റെ സിൻടാക്സ് വരുന്നത്. കോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് കോൾ ചെയ്യുക. ഓക്കെ, ഇത് രണ്ടുമാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. കോപ്പി കൺസ്ട്രക്ടർ ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ജസ്റ്റ് പോയിന്റ് P2 എന്നല്ല വരിക. ഒരു ഒബ്ജക്റ്റിനെ കോപ്പി ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ കാര്യം കൂടെ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയണം. ഇതാണ് എക്സാമ്പിൾ. ഇനി ഡിസ്ട്രക്ടർ. ഡിസ്ട്രക്ടർ എന്ന് പറയുന്നത് ജാവയിൽ CPP മാത്രമുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഡിസ്ട്രക്ടർ. ഡിസ്ട്രക്ടർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കൺസ്ട്രക്ടറിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡാണ് ഡിസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ജാവയിലില്ല. ജാവയിൽ ഓട്ടോമാറ്റിക്കലി കൺസ്ട്രക്ടർ എന്തായിക്കോളും? ഡിസ്ട്രക്ട് ആയിക്കോളും. പക്ഷെ CPP നമ്മൾ കൺസ്ട്രക്ടർ ഡിസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഡിസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്യണം. യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തേ സംഭവിക്കും? ആ കൺസ്ട്രക്ടറിന്റെ അലോക്കേറ്റ് ചെയ്ത സ്പേസ് അവിടെ തന്നെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഡിസ്ട്രക്ടർ എന്ന് പറയുന്നത് സെയിം നെയിം ഓഫ് ദ കൺസ്ട്രക്ടർ പോലെ തന്നെ എന്താണ്? സിൻടാക്സ് എന്ന് പറയുന്നത് സെയിം നെയിം ഓഫ് ദ ക്ലാസ് ആണ്. പക്ഷെ അതിന്റെ പ്രിസീഡഡ് ബൈ ടിൽഡ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവും ഒരു ഒബ്ജക്റ്റ് ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ സിൻടാക്സ് ഇതാണ്. കൺസ്ട്രക്ടർ നെയിം, സെയിം നെയിം ഓഫ് ദ ക്ലാസ്, പ്രിസീഡഡ് ബൈ എ ടിൽഡ സിമ്പിൾ. ഇതാണ് ഡിസ്ട്രക്ടറിന്റെ സിൻടാക്സ്.
കൺസ്ട്രക്ടറിന്റെ അതേ സിന്റാക്സ് തന്നെ, പക്ഷെ എന്താണ് പ്രിസീഡഡ് ബൈ ടിൽഡ സൈൻ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ള എന്തെങ്കിലും കോഡ് എഴുതണമെങ്കിൽ എഴുതാം. അത് ഡിസ്ട്രക്ടർ മെത്തേഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കാണണമെങ്കിൽ ഇതിൻ്റെ ഉള്ള എന്തെങ്കിലും കോഡ് എഴുതി കഴിഞ്ഞാൽ ആ കോഡ് പ്രിന്റ് ചെയ്യുന്നതാണ്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഡിസ്ട്രക്ടർ മെത്തേഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാം. സെയിം നെയിം ഓഫ് ദ ക്ലാസ് ആണ്, ഇതിൽ സിന്റാക്സ് ആണ് എഴുതിയിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞു. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്, ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവും ഒരു ഒബ്ജക്റ്റ് ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത്. ഇറ്റ് കനോട്ട് ബി ഡിക്ലെയർഡ് സ്റ്റാറ്റിക് ഓർ കോൺസ്റ്റന്റ്. കൺസ്ട്രക്ടറിന്റെ അതേ കേസ്. ഡിസ്ട്രക്ടറിന് എന്തുണ്ടാവില്ല, ആർഗ്യുമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. കൺസ്ട്രക്ടറിനാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആർഗ്യുമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. കൺസ്ട്രക്ടറിന് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ട്. പക്ഷെ ഡിസ്ട്രക്ടറിന് അങ്ങനെ ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ല, ഇതിന് റിട്ടേൺ ടൈപ്പ് ഇല്ല. പിന്നെ എന്താണ്, ദ പ്രോഗ്രാമർ കനോട്ട് ആക്സസ് ദ അഡ്രസ് ഓഫ് ഡിസ്ട്രക്ടർ. ഓക്കെ, ഇത്രയൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഡിസ്ട്രക്ടറിന്റെ. സെയിം നെയിം ഓഫ് ദ ക്ലാസ് ആയിരിക്കും, preceded by a tilde symbol. It automatically invoked when an object is destroyed. It cannot be എന്താണ് സ്റ്റാറ്റിക് ഓർ കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ എന്താണ്, അതിനൊരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല, അതുപോലെ അതിനൊരു പാരാമീറ്റർ ഉണ്ടാവില്ല. കൺസ്ട്രക്ടറിന് പാരാമീറ്റർ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഡിസ്ട്രക്ടറിന്റെ ഒരു എക്സാമ്പിൾ, CPP മാത്രമുള്ള എക്സാമ്പിൾ. ഒന്നുമില്ല, നമുക്കറിയാം ഹലോ വേൾഡ് എന്ന് പറയുന്ന ക്ലാസ്, കൺസ്ട്രക്ടർ എന്താണ് ഹലോ വേൾഡ്. അതിൻ്റെ ഉള്ളിൽ ഒരു ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കൺസ്ട്രക്ടർ ഈസ് കോൾഡ്, അതിനുശേഷം ഡിസ്ട്രക്ടർ എഴുതിയിരിക്കുകയാണ്, ടിൽഡ സിംബൽ, ഹലോ വേൾഡ് ഡിസ്ട്രക്ടർ കാണിച്ചിരിക്കുകയാണ്, ഡിസ്ട്രക്ടർ ഈസ് കോൾഡ്. അതിൻ്റെ ഉള്ളിലൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിയെന്നാളൂ, അത് ഇൻവോക്ക് ആവുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ടർ എഴുതി, ഡിസ്ട്രക്ടർ എഴുതി, അതിനുശേഷം ഒരു മെത്തേഡ് എക്സ്ട്രാ, സി ഔട്ട് ഹലോ വേൾഡ്. ഇത്രയൊക്കെയാണ് ഹലോ വേൾഡ് എന്ന് പറയുന്ന ക്ലാസ്സിൽ എഴുതിയിരിക്കുന്നത്. ഒരു കൺസ്ട്രക്ടർ ഉണ്ട്, ഒരു ഡിസ്ട്രക്ടർ ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ അതിനെ ക്ലോസ് ചെയ്തു. ഇനി മെയിൻ മെത്തേഡ് കോൾ ചെയ്തു. മെയിൻ മെത്തേഡിൽ ഹലോ വേൾഡിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ മീൻസ് എന്താണ്, OBJ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസ്ട്രക്ടർ ഈസ് കോൾഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇവിടെ പ്രിന്റ് ചെയ്യും. കൺസ്ട്രക്ടർ ഈസ് കോൾഡ്. അതിനുശേഷം നിങ്ങൾ ഒരു OBJ ഡോട്ട് ഡിസ്പ്ലേ, അതായത് ഡിസ്പ്ലേനെ വിളിക്കണമെങ്കിൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും. സോ OBJ ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്തപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന മെത്തേഡ് ഇൻവോക്ക് ആയി. സോ ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജ് പ്രിന്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഡിസ്ട്രക്ടർ, അതായത് കൺസ്ട്രക്ടർ ഡിസ്ട്രക്ട് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ട്രക്ടർ ഈസ് കോൾഡ്. സോ ഈ ഡിസ്ട്രക്ടർ വർക്ക് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. അതുമാതിരി നിങ്ങൾ ജാവയിൽ എക്സെപ്ഷൻ വർക്ക് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാച്ചിന്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നില്ലേ. അപ്പൊ എന്താണ്, ആ ഒരു ട്രൈ ക്യാച്ച് വർക്ക് ചെയ്തു എന്ന് കാണാൻ വേണ്ടിയിട്ടല്ലേ, അതായത് ആ ഒരു എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്യാച്ചിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, ആ ട്രൈ ക്യാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമാതിരി തന്നെ ഈ ഡിസ്ട്രക്ടർ വർക്ക് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്ട്രക്ടറിന്റെ ഉള്ളിൽ ഞാൻ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് കൊടുത്തു, അത് പ്രിന്റ് ചെയ്ത് വന്നു. ഇതാണ് ഡിസ്ട്രക്ടറിന് എക്സാമ്പിൾ. സിമ്പിൾ പ്രോഗ്രാം ആണ് ഹലോ വേൾഡ്. അതിനൊരു കൺസ്ട്രക്ടർ, ഡിസ്ട്രക്ടർ, മെത്തേഡിനെ കോൾ ചെയ്യുന്നത് ഒബ്ജക്റ്റ് വെച്ച് കോൾ ചെയ്തു. ബാക്കി എന്താണ്, കൺസ്ട്രക്ടർ മെത്തേഡ് അല്ലാതെ തന്നെ ഇൻവോക്ക് ആവും. ഇത്രയാണ് ഡിസ്ട്രക്ടറിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് CPP അറിയാത്ത കുറച്ച് പേർക്ക് എന്തേലും CPPന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇല്ലേ ചോദിക്കണം, കാരണം ഒരു ലാംഗ്വേജും കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതോടുകൂടെ ഇങ്ങനെ ചെയ്യുന്നതോടുകൂടെ കുറച്ചായിട്ട് നിങ്ങൾ പഠിച്ചു വരും. അപ്പൊ ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ.